എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ലോകത്തിലെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള എയർലൈൻ കമ്പനികളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 4-ാം സ്ഥാനത്ത് കാണാൻ കഴിയുന്ന ഒരു കമ്പനി. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ലാഭം കൊയ്യുന്ന എയർലൈൻ കമ്പനികളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിലും കാണാൻ കഴിയുന്ന ഒരു കമ്പനി. ലോകത്തിലെ ഏറ്റവും മികച്ച എയർലൈൻ സർവീസുകളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിലും കാണാൻ കഴിയുന്ന കമ്പനി. UAE ഏറ്റവും വലിയ എയർലൈൻ കമ്പനി UAE സ്വന്തം എമിറേറ്റ്സ് എയർലൈൻസ്. ഒരുപക്ഷെ മലയാളികൾ ഏറ്റവും കൂടുതൽ കയറാൻ ആഗ്രഹിക്കുന്ന ഒരു എയർലൈൻ കമ്പനി കൂടെയാണ് എമിറേറ്റ്സ് എയർലൈൻസ് എന്ന് പറഞ്ഞു വെക്കേണ്ടി വരും. അത്രയും മികച്ചൊരു കമ്പനിയാണ്. ഈ ഒരു കമ്പനിയിലേക്കാണ് നിലവിൽ നമുക്ക് ജോലിക്കാരെ ആവശ്യമുള്ളത്. കമ്പനി ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്യുന്ന വേക്കൻസികളാണ്. ഇതിനിടയിൽ ഒരു ഏജൻസിയും ഇല്ല, ഒരു രീതിയിലുള്ള സർവീസ് ചാർജോ മറ്റോ ഒന്നും തന്നെ ഇല്ല. 100% ഫ്രീ റിക്രൂട്ട്മെന്റ് ആണ്. അപ്പോൾ ആ ഒരു കമ്പനിയിലേക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ. എങ്ങനെ അപേക്ഷിക്കണം എന്നുള്ളതും കൂടെ പറഞ്ഞു പോകുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ എയർലൈൻ കമ്പനികളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും മികച്ച എയർലൈൻ കമ്പനികളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ പ്രധാനമായിട്ട് കാണാൻ കഴിയുന്ന ഒരു കമ്പനിയാണ് എമിറേറ്റ്സ് എയർലൈൻസ്. UAE സ്വന്തം അല്ലെങ്കിൽ ദുബായ് ഗവൺമെന്റിന് കീഴിലുള്ള എമിറേറ്റ്സ് എയർലൈൻസ്. ഈ ഒരു കമ്പനിയിലേക്ക് 28ഓളം പോസ്റ്റുകളിലേക്കായിട്ട് 100ഓളം വേക്കൻസികളാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് തീർത്തും ഫ്രീ റിക്രൂട്ട്മെന്റ് ആണ്. യാതൊരു തരത്തിലുള്ള എക്സ്പെൻസും നിങ്ങൾക്ക് വരുന്നില്ല. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാൻ പറ്റും. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഈ ഒരു കമ്പനിയിലേക്ക് എന്തൊക്കെ ജോലി ഒഴിവുകളാണ് വന്നിട്ടുള്ളത് എന്നതാണ്. ക്യാബിൻ ക്രൂ, എൻട്രി ക്യാപ്റ്റൻ, സെയിൽസ് എക്സിക്യൂട്ടീവ്, എയർക്രാഫ്റ്റ് മെക്കാനിക്, കാർഗോ അസിസ്റ്റന്റ്, സോണോഗ്രാഫർ, IT എഞ്ചിനീയർ, HR, supply chain assistant, mechanic, sales manager, warehouse and logistic coordinator, accountant, planning supervisor, security agent, software engineer, flight dispatcher, flying instructor, synthetic flight instructor, service agent, facilities and maintenance manager, cyber security technical engineer, recruitment partner, architect, travel manager, executive secretary, cabin coordinator, finance head, regional sales manager, cyber security engineer, IT auditor എന്നീ പോസ്റ്റുകളിലേക്കാണ് ജോലി ഒഴിവുകളുള്ളത്. എല്ലാ പോസ്റ്റുകളിലേക്കും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. ഫ്രഷേഴ്സിനെ ഒരു വേക്കൻസിയിലേക്കും പരിഗണിക്കുന്നില്ല. നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള മേഖലയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ജോലികളും നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. അവിടെ നിങ്ങൾക്ക് താല്പര്യമുള്ള ജോലി ഒഴിവ് ഏതാണോ അതിന് മുകളിലായിട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചുള്ള A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ അറിയാൻ കഴിയുന്നതാണ്. കാരണം പല വേക്കൻസികളിലേക്കും എത്ര രൂപ സാലറി കിട്ടുമെന്ന് പോലും അവിടെ കൊടുത്തിട്ടുണ്ട്. ഫീമെയിൽസിന് എക്സ്പീരിയൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പുരുഷന്മാർക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, അങ്ങനെ ആർക്കൊക്കെ ഇതിലേക്ക് അപേക്ഷിക്കാം, എന്തൊക്കെ യോഗ്യതയാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ വീഡിയോയിൽ അത് എടുത്ത് പറയാത്തത് വീഡിയോയുടെ ലെങ്ത് കൂടും, ഒരുപാട് ഡയറക്ഷൻ ആയി പോകും. അതുകൊണ്ടാണ് എടുത്ത് പറയാത്തത്. അപ്പോൾ അവിടെ നിങ്ങൾ എല്ലാം വായിച്ചു നോക്കിയ ശേഷം നിങ്ങൾക്ക് അവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ ആ ഒരു ഭാഗത്ത് തന്നെ അല്ലെങ്കിൽ ആ ഒരു പേജിൽ തന്നെ അപ്ലൈ എന്നൊരു ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഇമെയിലും പാസ്വേഡും കൊടുത്ത് ഈ ഒരു ജോലിക്കായിട്ട് അപ്ലൈ ചെയ്യുക. അവിടെ ഒരു ഫോം ഉണ്ടാകും, അത് നിങ്ങൾ ഫില്ല് ചെയ്യുക. ശേഷം CV അപ്ലോഡ് ചെയ്യാവുന്ന സ്ഥലത്ത് CV അപ്ലോഡ് ചെയ്യുക. CV അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ പല വീഡിയോകളിലും പറയുന്ന ഒരു കാര്യമാണ്, ATS ഫ്രണ്ട്ലി CV തന്നെ അവിടെ അപ്ലോഡ് ചെയ്യുക. ATS ഫ്രണ്ട്ലി അല്ലാതെ CV നിങ്ങൾ അപ്ലോഡ് ചെയ്യരുത്. ഓക്കെ, അത്രയും മാത്രം മതി. CV സെലക്ഷൻ നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ എമിറേറ്റ്സ് എയർലൈൻസിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഇമെയിലോ അല്ലെങ്കിൽ കോളോ വരും. ലോകത്തിന്റെ ഏത് ഭാഗത്താണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ലോകത്തിന്റെ ഏത് ഭാഗത്താണ് നിങ്ങൾ ഉള്ളതെങ്കിൽ പോലും ഈ ഒരു ജോലിക്കായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. അതായത് നിലവിൽ ഇന്ത്യയിലുള്ളവരാണെങ്കിലും ഇന്ത്യക്ക് പുറത്തുള്ളവരാണെങ്കിലും ഈ ഒരു ജോലിക്കായിട്ട് അപ്ലൈ ചെയ്യാം എന്നതാണ് ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത്. നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. അതായത് ഫോൺ നമ്പർ. പലരും നിങ്ങൾ ഉള്ള രാജ്യത്തിന്റെ കോഡ് വെച്ചിട്ടല്ല ഇതിലേക്കായിട്ട് അപേക്ഷിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ CVയിലാണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു പേജിലുള്ള അല്ലെങ്കിൽ ആ ഒരു സൈറ്റിലുള്ള ഫോമിലാണെങ്കിലും നിങ്ങൾ ഏത് രാജ്യത്താണോ നിലവിലുള്ളത് ആ ഒരു രാജ്യത്തിന്റെ കോഡ് നമ്പർ ഉൾപ്പെടുത്തിയിട്ട് വേണം നിങ്ങൾ ഫോൺ നമ്പർ ആഡ് ചെയ്യാൻ. ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ CV സെലക്ഷൻ പാസ്സായി കഴിഞ്ഞാൽ എമിറേറ്റ്സിന്റെ ഭാഗത്ത് നിന്നും നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. എമിറേറ്റ്സ് എയർലൈൻസ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന കാര്യം കൊണ്ട് തന്നെ യാതൊരു എക്സ്പെൻസും ഇല്ലാതെ നിങ്ങൾക്ക് പോകാം. ഒരു കാര്യം പ്രത്യേകം പറയട്ടെ, എമിറേറ്റ്സ് എയർലൈൻസിൽ ജോലി ലഭിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മികച്ച ശമ്പളം, അതായത് ഈ ഒരു എയർലൈൻ ഫീൽഡിൽ ലഭിക്കുന്നതിന് വെച്ച് ഏറ്റവും മികച്ച ശമ്പളം നിങ്ങൾക്ക് ലഭിക്കും. സാലറി കാര്യം പറയുമ്പോൾ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് ടാക്സ് ഫ്രീ സാലറി ആയിരിക്കും. അതേപോലെ തന്നെ ട്രാവൽ ബെനിഫിറ്റ്, അക്കോമഡേഷൻ,
ഹെൽത്ത് കാർഡ്, അതേപോലെ തന്നെ നിങ്ങൾക്ക് അഡീഷണൽ ഡിസ്കൗണ്ട്സ്, അതായത് ചില റെസ്റ്റോറൻറ്റ്സ്, അതേപോലെ തന്നെ എയർപോർട്ടുകളിൽ നിങ്ങൾക്ക് മികച്ച ഡിസ്കൗണ്ട്സ് ലഭിക്കും. അപ്പോൾ ഒരുപാടധികം ബെനിഫിറ്റുകളുള്ള ഒരു കമ്പനിയാണ്. ജീവിതം സെറ്റ് ആവാൻ മതി. അപ്പോൾ താല്പര്യമുള്ള യോഗ്യതയുള്ളവർ ഉടൻ തന്നെ അപേക്ഷിക്കുക. ഓൾ ദ ബെസ്റ്റ്. ജീവിതം സെറ്റ് ആവട്ടെ.